മാറിയിരിക്കുകയാണ്. തീർച്ചയായും കേരളക്കര മുഴുവൻ ഉറ്റുനോക്കുന്ന ഒരു സ്റ്റാർ സ്ഥാനാർത്ഥിയായി PV അൻവർ വന്നതോടുകൂടി ബേപ്പൂർ ഏറ്റവും വലിയ VIP മണ്ഡലമായി മാറിയിരിക്കുകയാണ്. ബേപ്പൂരിൽ വലിയ മാധ്യമങ്ങളെ തന്നെ കയറുകയാണ്. ഇനിയുള്ള 10-12 ദിവസം ഇവിടെ നടക്കുന്ന സർവ്വ സംവാദങ്ങളും സർവ്വതും വലിയ ക്യാൻവാസിൽ ചർച്ച ചെയ്യപ്പെടുകയാണ്. തീർച്ചയായും ബേപ്പൂരിൽ എത്രമാത്രം അൻവറിന്റെ സാന്നിധ്യം മറ്റുള്ളവർ ഭയപ്പെടുന്നു എന്നത് അവരുടെ പ്രവൃത്തിയിൽ തന്നെ നമുക്ക് മനസ്സിലാവും. 4-5 അപരന്മാരല്ല, 1000 അപരന്മാരായ അൻവറിനെ കൊണ്ടുവന്നാലും ഗ്യാസ് കുറ്റി കയ്യിലുള്ളിടത്തോളം കാലം അൻവർ എന്ന പേരല്ല, ആ ഗ്യാസ് കുറ്റി ഇന്ന് വീട്ടമ്മക്ക് മറക്കാൻ കഴിയാത്ത ഏറ്റവും സെൻസിറ്റീവായ ഒരു ചിഹ്നം തന്നെയാണ് അൻവറിനുള്ളത്. അതുകൊണ്ട് രാഹുൽ ഗാന്ധിക്കെതിരെ അപരന്മാരെ നിർത്തിയ തല്ലിപ്പൊളികളാണ് നിങ്ങൾ. അതിനപ്പുറമല്ലോ ഫാസിസത്തോട് പോരടിക്കാൻ വേണ്ടി ഇന്ത്യ മുന്നണി ജയിച്ച മനുഷ്യൻ, ആ മനുഷ്യന് നേരെ അപരനെ നിർത്തിയ നിങ്ങൾക്ക് അൻവറെന്ത്? പക്ഷേ ബേപ്പൂരിൽ തന്റെ സാന്നിധ്യം കൊണ്ട് തന്നെ നടക്കൂലെങ്കിൽ പോലും ഏകദേശം 10-20 കോടി രൂപയുടെ പ്രവൃത്തികളുടെ ഭരണാനുമതി ഉണ്ടാക്കാൻ തന്റെ സാന്നിധ്യം, ആ സാന്നിധ്യം കൊണ്ട് സാധിച്ചു എന്നത് തന്നെ ആദ്യഘട്ട വിജയം എന്നാണ് നേടിയിരിക്കുക. തീർച്ചയായും ഈ തേരോട്ടം കേരളത്തിൽ ഒരു വ്യക്തിയും ഒരു സാമ്രാജ്യം തമ്മിലുള്ള നേർക്കുനേരുള്ള യുദ്ധം 3 മാസക്കാലം ഈ നാട് കണ്ടതാണ്. ഉയർത്തിയ ആരോപണങ്ങൾ സത്യമാണെന്ന് തെളിയിച്ച് മുന്നോട്ട് വന്നപ്പോൾ ഒരു പോലീസ് സൂപ്രണ്ടിനെ ഊക്കിയെടുത്ത് സസ്പെൻഷൻ ഇടേണ്ട ഗതികേട് പിണറായി വിജയന് വന്നിട്ടുണ്ടെങ്കിൽ അതിന്റെ കാരണക്കാരനാണ് ഇരിക്കുന്നത്. മാത്രമല്ല, ഇപ്പം കോഴിക്കോട്ട് കസ്റ്റംസും പോലീസും ചേർന്നുള്ള സ്വർണ്ണപ്പിടുത്തം നിന്നതല്ല, നിർത്തിച്ചു. ഭയപ്പെട്ടു. അൻവർ അടക്കമുള്ള അറിഞ്ഞാൽ മിണ്ടാതിരിക്കുന്ന നേതാക്കന്മാരുണ്ട്. എന്നാൽ ഈ സ്റ്റേറ്റിന് വേണ്ടി ഞാനിന്ന് മിണ്ടാതിരുന്നാൽ ഈ സ്റ്റേറ്റ് എന്ന് പറഞ്ഞ് സ്വന്തം രാഷ്ട്രീയ ജീവിതത്തിന്റെ ഭാവി മാറ്റിവെച്ച് ഒറ്റയാൾ പോരാട്ടം നടത്തി. അതിന്റെ ഫലം കാലിക്കറ്റ് എയർപോർട്ടിൽ കാണുന്നുണ്ട് ഇല്ലേ? ഓർമ്മ നിർത്തുണ്ടോ? ആരെ ദ്രോഹിക്കുണ്ടോ? രാത്രി 10 കഴിഞ്ഞാൽ വീട് തുറന്നു ചെയ്യാത്തുണ്ടോ? ഇല്ല, മാറ്റിച്ചു. തീർച്ചയായും ഈ മനുഷ്യന് ഇനിയും ഒട്ടേറെ ദൗത്യങ്ങൾ ഈ നാടിന് വേണ്ടി നിറവേറ്റാനുണ്ട്. ഇദ്ദേഹത്തിന്റെ പര്യടനം ഇവിടെ ആരംഭിക്കുകയാണ്. ഞങ്ങൾ ഏറ്റവും വലിയൊരു നേതാവാണ് ഈ പര്യടനം ഉദ്ഘാടനം ചെയ്യാൻ. ദീർഘകാലം നിയമസഭ ഭരിക്കാനുള്ള മുൻ ചീഫ് വിപ്പായ ഞങ്ങളുടെ ദേശീയ ഭാരവാഹി KPA മജീദ് സാഹിബ്, അദ്ദേഹം അങ്ങ് ദൂരെ നിന്നും ഇവിടെ എത്തിയത് ഈ തെരഞ്ഞെടുപ്പിന്റെ പ്രാധാന്യം മുസ്ലിം ലീഗും കോൺഗ്രസും വളരെ ഗൗരവമായി കാണുന്നു എന്നതാണ്. പഞ്ചായത്ത് തല പരിപാടി ഉദ്ഘാടനം ചെയ്യാൻ അഖിലേന്ത്യാ നേതാവിനെ തന്നെ നമ്മുടെ മുന്നണി ഇങ്ങോട്ട് അയച്ചത്. തീർച്ചയായും ആവേശത്തിൽ നിൽക്കുന്ന പര്യടനത്തിന് തുടക്കം കുറിക്കുകയാണ്. അൻവറിന് ഒരു മഹാവിജയം ഉണ്ടാകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ നമ്മുടെ ബേപ്പൂർ സ്ഥാനാർത്ഥി ബഹുമാനപ്പെട്ട അൻവർ സാഹിബിന്റെ ഈ പരിപാടി ഉദ്ഘാടനം ചെയ്യാൻ മുസ്ലിം ലീഗിലെ നേതാവും അതുപോലെ തന്നെ MLA KP മജീദ് സാഹിബിനെ ക്ഷണിച്ചു. ഏറ്റവും പ്രിയങ്കരായ UDF-ന്റെ ഇവിടെ മത്സരിക്കുന്ന എൻ്റെ പ്രിയ സുഹൃത്ത്, ജനാധിപത്യ കേരളത്തിൻ്റെ ആവേശമായ PV അൻവർ, സഹോദരന്മാർ, ഈ നിയോജകമണ്ഡലത്തിലെ സ്ഥാനാർത്ഥിയുടെ പര്യടന പരിപാടി എന്ന് ആരംഭം കുറിക്കുകയാണ്. സ്ഥാനാർത്ഥിയെ സംബന്ധിച്ച് ശാഖിചാര്യം ദീർഘമായി പറഞ്ഞു. ആർക്കും പരിചയപ്പെടുത്തേണ്ട ഒരു സ്ഥാനാർത്ഥിയല്ല PV അൻവർ. ഈ മണ്ഡലത്തിന് മാത്രമല്ല, കേരളക്കരയിൽ തന്നെ PV അൻവർ എന്ന് പറഞ്ഞാൽ മറ്റൊരു വിശേഷണത്തിന്റെ ആവശ്യമില്ല. നിയമസഭയകത്ത് നന്നായി പെരുമാറാനും പ്രവർത്തിക്കാനും സാധിച്ചിട്ടുള്ള വ്യക്തി എന്ന നിലയിലും സർക്കാരിന്റെ തെറ്റായ സമീപനങ്ങൾക്കെതിരായി ആർജവത്തോടുകൂടി തുറന്നു പറയാൻ കെൽപ്പുള്ള ഒരു വ്യക്തിത്വമായിട്ടാണ്
അൻവർ LDF വിട്ട് ഇവിടെ സ്ഥാനാർത്ഥിയായി ഇപ്പോൾ വന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഈ മണ്ഡലത്തിന്റെ കഴിഞ്ഞ കാലത്ത് നടന്നിട്ടുള്ള വികസന മുരടിപ്പിനെ പറ്റി ഇവിടെ പറയുകയുണ്ടായി. എനിക്ക് വലിയ അത്ഭുതം തോന്നി. കാരണം UDF ഗവൺമെന്റ് കാലത്ത്, ഉമ്മൻചാണ്ടിയുടെ കാലത്ത് എല്ലാ നിയോജകമണ്ഡലവും ഒരു സർക്കാർ കോളേജ് വേണമെന്ന് തീരുമാനിച്ചു. കോടിയേരി ബാലകൃഷ്ണന്റെ തലശ്ശേരിയിലൊക്കെ അതങ്ങനെ വന്നു. എങ്ങനെയാണ് ഈ ബേപ്പൂർ ഇല്ലാതെ പോയത്? എനിക്ക് അത്ഭുതം. ഒരുപക്ഷെ കേരളത്തിൽ സർക്കാർ കോളേജില്ലാത്ത ഏക മണ്ഡലം ഈ ബേപ്പൂരായിരിക്കുമെന്ന് എനിക്ക് തോന്നുന്നു. അപ്പോൾ കേട്ട് വരുന്നതാണ്. എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ ജനപ്രതിനിധികളുടെ ഏറ്റവും മോശപ്പെട്ട നിലപാട് കൊണ്ടാണ് ഇത് സംഭവിക്കുന്നത്. ഇവിടെ LDFന്റെ ഗവൺമെന്റിനെ സംബന്ധിച്ച് പറയാൻ തിരിഞ്ഞാൽ സമയം കുറെ വരും. അത്രയും മോശപ്പെട്ട ഒരു സംവിധാനത്തിലാണ് പോയത്. ഫണ്ടെല്ലാം അടിച്ചു മാറ്റി അടിമ നടത്തിയെന്നല്ലാതെ മറ്റൊരു മുഖമുദ്ര ഈ സർക്കാരില്ല. അതാർക്കും പറയാൻ പറ്റില്ല. ഇവിടെ ശബരിമല ഇഷ്യൊക്കെ പറഞ്ഞല്ലോ, ആചാര ലംഘനം, നവോത്ഥാനം എന്നൊക്കെ പറഞ്ഞ് വലിയ പരിപാടികളും നടത്തിയല്ലോ. സ്ത്രീകളെ ശബരിമല കയറ്റാൻ വേണ്ടിയുള്ള പോലീസിന്റെ സന്നാഹത്തോടുകൂടിയുള്ള ശ്രമങ്ങൾ നടത്തിയതേ. അതിനെതിരായിട്ടാണ് വനിതാ മതിൽ സംഘടിപ്പിച്ചത്. കാസർഗോഡ് മുതൽ തിരുവനന്തപുരത്തിലെ വനിതാ മതിൽ ചിലവായി 50 വനിതാ മതിലിന്റെ 50 കോടി. കോൺഗ്രസ് കൂടി അതില്ല, സ്ത്രീകൾ ഇങ്ങനെ കൈവച്ചിരുന്നാണ്. നമ്മുടെ പൈസ 50 കോടിയാണ്. ഇപ്പൊ അവസാനം മോഹൻലാലുമായിട്ട് ഒരു ഇന്റർവ്യൂ നടത്തി. ഇയാളെ പ്രതിച്ഛാവിക്കാൻ അതിന് 11 ലക്ഷം. കേരളയിൽ വേണ്ടി എല്ലായിടത്തും മഞ്ഞക്കുറ്റി അടിച്ചു, എല്ലാവരും അടുക്കള വരെ അടിച്ചു, എല്ലാ ഭൂമിയിലും മഞ്ഞക്കുറ്റി അടിച്ചു. അത് കരവെക്കാനായിട്ട് പ്രശ്നം പറ്റൂല, അതിന്മേൽ ലോൺ എടുക്കാനൊന്നും പറ്റൂല. ആൾക്കാരെങ്കിലും ചിന്തിക്കാൻ കേസ്. ഇപ്പൊ കേരളയിൽ എവിടെ ഇപ്പൊ അങ്ങനെ സാധനം MSP പറഞ്ഞാലും പുള്ളിക്കാരും നടപ്പിലാക്കിയതല്ലേ ചെയ്യുന്നത്. കേരളയിൽ ഇപ്പൊ കേരളയില്ലെന്ന് മാത്രമല്ല, അതിൽപ്പെട്ട ആളുടെ പേരിൽ കേസ് പിൻവലിച്ചില്ലെന്ന് മാത്രമല്ല, അതിനുവേണ്ടി മഞ്ഞക്കുഞ്ഞടിച്ച ഭൂമി ഇതുവരെ ക്രമിക്കാൻ അർത്ഥങ്ങൾ തീരുമാനിച്ചതാണ്. അതിനെത്ര രൂപ ചെലവ്? കേരളയിൽ എത്ര രൂപ ചെലവായി? 162 കോടി. പോയോ? പൈസ പോയോ? നമ്മളെ പൈസ അല്ലേ? 162. നവകേരള ട്രസ്റ്റ് എനിക്ക് നവകേരള ട്രസ്റ്റ് എല്ലാ മണ്ഡലത്തിലും വന്നു. നമ്മൾ UDF വെല്ലമേട്ട് പങ്കെടുത്തില്ല. രാവിലെ പ്രഭാത ഭക്ഷണം ഉണ്ടായിരുന്നു, ബ്രേക്ക്ഫാസ്റ്റ്. അതിൽ മലയാളിമാർ പങ്കെടുത്തു. പേര് പൗരപ്പുറം പോകാൻ. അവർ പോയിട്ട് അവരോടാണ് വികസന കാര്യങ്ങൾ ചർച്ച ചെയ്യുക. ബേപ്പൂരിലെ വികസനമൊക്കെ ഈ പൗരപ്രമുഖരോട് ചർച്ച ചെയ്യും. എന്നിട്ട് തീരുമാനിക്കും. മറ്റുള്ളവരെല്ലാം നവകേരള ട്രസ്റ്റ് വന്നിരിക്കണം. എന്നിട്ട് അവരുടെ പരാതികൾ മുഴുവൻ നമ്മൾ കൗണ്ടർ കൊടുക്കണം. മന്ത്രിമാർ മുഴുവൻ അങ്ങനെ പ്രസംഗിക്കുക, വാദവരാതെ പ്രസംഗിക്കുക. കേൾക്കുന്നുണ്ടോ? വാദവരാതെ പ്രസംഗിക്കുക. ഒരാൾക്കും മന്ത്രിമാർക്കാർക്കും നിവേദനം കൊടുക്കാൻ പറ്റില്ല. മന്ത്രിമാർക്ക് കൊടുക്കാൻ നാട്ടിൽ പറ്റില്ല. പിണറായിന്റെ കൈ മുറിച്ചൊരാളുണ്ട്. പിണറായി പ്രശ്നമുണ്ടാവും. ഇങ്ങനെന്നെ കാണി നേരത്തെ അനുവാദം വാങ്ങട്ടെ. MLA-മാർക്ക് മാത്രമല്ല, അദ്ദേഹത്തിന്റെ കൂടെയുള്ള ക്യാബിനറ്റ് മെമ്പർമാർക്ക് കാണി നേരത്തെ എഴുതി കൊടുക്കണം. കൊടുക്കട്ടെ. ഞാൻ എഴുതി കൊടുത്തില്ല, കണ്ടത് അല്ലെ കാണാൻ പറ്റില്ല. ഇപ്പൊ ഉമ്മൻചാണ്ടിയുടെ കാലും കൈയും പിടിച്ചവരാണ് ഈ മുഖ്യമന്ത്രി ചെയ്യുന്നത്. ആ നവകേരള ട്രസ്റ്റിന് നടപ്പിലാക്കിയപ്പോൾ എല്ലാ മണ്ഡലത്തും പോയി നടത്തിയിട്ട് എത്ര പേര് നവകേരള ട്രസ്റ്റിന് 142 കോടി റിപ്പോർട്ട്. നമ്മൾ അസംബ്ലി 142 കോടി കോടിയുടെ കണക്കായി പറഞ്ഞു കേട്ടോ, കോടിയുടെ കണക്കായി പറഞ്ഞു നവകേരള ട്രസ്റ്റ്. എന്നിട്ട് അതിൽ കൊടുത്ത അരിജികൾ തീരുമാനമായോ? ആ കൊടുത്ത അരിജികൾ പഞ്ചായത്ത് ഓഫീസ് ഇങ്ങനെ ആക്കുക. മുനിസിപ്പാലിറ്റി മുഖ്യമന്ത്രി കൊടുത്ത അരിജി മുനിസിപ്പാലിറ്റി പഞ്ചായത്ത് ആക്കുക. എവിടെയെങ്കിലും അത് ഒരു വികസന പരിപാടി രൂപം കൊടുത്തോ? ഒരു വികസന പരിപാടികളും അതിനെ ചെയ്തിട്ടില്ല. ഇപ്പൊ അവസാനം അതിദാരിദ്ര്യം ഇല്ലാതെ പ്രഖ്യാപിച്ചു ഗവൺമെന്റ്. നല്ല കാര്യമാണ്, നല്ല കാര്യമല്ല. ആ പ്രഖ്യാപനം നടത്തി. പക്ഷെ പ്രഖ്യാപനം നടത്തിയതിന്റെ പ്രശ്നം, ആ പ്രഖ്യാപനം ജനങ്ങൾ അറിയിക്കാൻ വേണ്ടി തിരുവനന്തപുരത്ത് സമ്മേളനം നടത്തിയിരുന്നു. മോഹൻലാൽ